കോൺഗ്രസിൽ നിരന്തരം ചർച്ചകൾ തുടരുകയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് സുധീരനും ഉമ്മൻചാണ്ടിയും യോജിക്കാത്തത്? ഹൈക്കമാൻഡിന്റെ ശ്രമങ്ങളും വിഫലമാകുകയാണോ? ഇങ്ങനെയാണെങ്കിൽ UDFന്റെ കേരളത്തിലെ സ്ഥിതി എന്താകും? ഈ വിഷയമാണ് ആദ്യം ചർച്ചയ്ക്കെടുക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് KPCC ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബു, അഡ്വക്കേറ്റ് A സമ്പത്ത് MP, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ KL മോഹനവർമ്മയും ചേരുന്നു. ചർച്ചയിലേക്ക് കടക്കുന്നു. ശ്രീ ജേക്കബ് ജോർജ്, ഈ ഹൈക്കമാൻഡ് ശ്രമിച്ചിട്ടും ഉമ്മൻചാണ്ടിയും സുധീരനും ഒരു നിലയ്ക്കും അടുക്കുന്നില്ലെങ്കിൽ ഇതെന്തിൻ്റെ സൂചനയാണ്? ഇന്നലെയൊക്കെ നടന്ന ചർച്ചകളിൽ ഇന്ന് വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമാകും, ഇതെല്ലാം തിരിച്ചറിയും, UDF ഏതാണ്ട് ഒരു യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് എല്ലാവരും നിരീക്ഷിച്ചത്. ഇത് എങ്ങോട്ടേക്കുള്ള പോക്കാണ്? പക്ഷേ ഇതായാലും സർവനാശമാണെന്ന് എല്ലാവർക്കും അറിയാം, കോൺഗ്രസ്സുകാർക്ക് അറിയാം, കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം. കാരണം ഇതുപോലെ ഒരു സാഹചര്യം കോൺഗ്രസ്സിൽ ഉണ്ടാക്കിയത് അത് സാധാരണ നേർവഴിക്ക് ചിന്തിക്കുന്ന ഒരു നേതാവും ഇതുപോലെ ഒരു വഴിത്തിരിവിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിക്കുകയില്ല. യഥാർത്ഥത്തിൽ എന്തോ കോൺഗ്രസിൻ്റെ അകത്ത് എന്തോ സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആൻ്റണി മിണ്ടുന്നില്ല? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. AK ആൻ്റണി പറഞ്ഞാൽ അനുസരിക്കുന്നവരാണ് ഉമ്മൻചാണ്ടി ആണെങ്കിലും BM സുധീരനാണെങ്കിലും. എന്തുകൊണ്ട് AK ആൻ്റണി ഇടപെടുന്നില്ല? AK ആൻ്റണിയുടെ പിന്തുണ രഹസ്യമായി സുധീരനുണ്ടോ? ഹൈക്കമാൻഡ് എന്തുകൊണ്ട് ശക്തമായിട്ട് അവരുടെ നിലപാട് വ്യക്തമാക്കുന്നില്ല? ഹൈക്കമാൻഡിന് വേണമെങ്കിൽ പറഞ്ഞാൽ ഇത് രണ്ടുപേരും കേൾക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല. പക്ഷേ ഹൈക്കമാൻഡ് ബലം പ്രയോഗിക്കാൻ തയ്യാറാവുന്നില്ല. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഇപ്പോൾ അറ്റവും മുറിയുമൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്നൊക്കെ പറയുന്നു. ആത്യന്തികമായിട്ട് BM സുധീരനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, ആ 4 or 5 സീറ്റിൻ്റെ പേരിലുള്ള ആ അഭിപ്രായ വ്യത്യാസം, ആ തർക്കം ഇപ്പോഴും തർക്കമായിട്ട് തുടരുന്നു. അത് കടുത്ത സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒത്തീർപ്പാക്കിയാലും അതിൻ്റെ ഫലം കോൺഗ്രസിനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുപോലെ നാശനഷ്ടങ്ങൾ കോൺഗ്രസ്സിന് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം അങ്ങേയറ്റം പരിഹാസ്യമായൊരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ പറയാൻ. ശ്രീ PM സുരേഷ് ബാബു, ഇത് പറയിക്കാൻ വേണ്ടിയാണോ ഡൽഹിയിൽ പോയി ഇത്രയധികം നിങ്ങളുടെ നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന 3 നേതാക്കൾ ആണല്ലോ നിങ്ങളുടേതായുള്ളത്? മുഖ്യമന്ത്രി, ഒപ്പം ശ്രീ രമേശ് ചെന്നിത്തല, VM സുധീരൻ ഡൽഹിയിൽ പോയി ഹൈക്കമാൻഡിനെ കൂടി ഈ രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കാനാണോ ഇത്രയധികം കഷ്ടപ്പെട്ടത്? നിങ്ങളുടെ ഒരു വേവലാതി കാണുമ്പോൾ എന്താണ് വല്ലാതൊരു പ്രയാസം തോന്നുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനൊരു വേവലാതി ഉണ്ടാവേണ്ടുന്ന ഒരു ആവശ്യം എന്താണെന്നാണ് എനിക്ക് ഒട്ടും മനസ്സിലാവാത്തത്. ഒരു വസ്തുത നമ്മൾ ആലോചിക്കണം. തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരാൻ പോകുന്നത് ഈ മാസം 22-ാം തീയതിയാണ്. ഈ മാസം 21-ാം തീയതിയാണ് നോമിനേഷൻ പിൻവലിക്കാനുള്ള ദിവസം, നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന ദിവസം. ആ ദിവസവും കഴിഞ്ഞ് പിൻവലിക്കാനുള്ള ദിവസത്തിൻ്റെ അവസാനത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന പാരമ്പര്യമുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്ത് ഞങ്ങൾ വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, വിശദമായി അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നു. ആ പഠനത്തിനെ കുറിച്ചുള്ള ഒരു വേവലാതിക്ക് എന്താണ് അടിസ്ഥാനം? എന്താ നഷ്ടപ്പെട്ടിരിക്കുന്നത്? എന്താണ് ഈ നാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയാസം എവിടെയെങ്കിലും അനുഭവിക്കപ്പെടുന്നുണ്ടോ? അതാണ് നമ്മളുടെ ഒരു ചോദ്യം. ഒന്നുമില്ല. കോൺഗ്രസിനകത്തൊരു പ്രയാസമില്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പ്രയാസമില്ല. കോൺഗ്രസ് ആ കാര്യത്തിൽ വ്യൂസ് ഉണ്ട്. ആ വ്യൂസുകൾ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നു. ചർച്ച നീണ്ടുപോയി ഇവിടെ നോമിനേഷൻ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമോ? നമ്മുടെ ൊക്കെ നിൽക്കുന്ന ബാബുവിൻ്റെയും അടൂർ പ്രകാശിൻ്റെയും ഒന്നും പ്രയാസവും മനപ്രയാസവും ആശങ്കയും അങ്ങ് മനസ്സിലാക്കുന്നില്ല. കഷ്ടമാണ്. അത് അവരും കോൺഗ്രസ്സുകാരല്ലേ? ശ്രീ സുരേഷ് ബാബുവിന്റെ സീറ്റ് ഏതാണ്ട് ഉറച്ചല്ലോ. ഉറച്ചു. സുരേഷ് ബാബു, കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ വരുന്നുണ്ട് കോഴിക്കോട്ട്. കേട്ടില്ലേ? അല്ല, ഇതിങ്ങനെ
ഇങ്ങനെ ഒരു വ്യക്തിപരമായി ശ്രീ ജേക്കബ് ജോർജ് കാണല്ല. അത് അങ്ങനെ ആവരുത്. നമ്മൾ ഇതിനകത്തൊരു കുറച്ചുകൂടി നല്ല തൃപ്തത്തിലിരിക്കുക. ഞാൻ ഇതിനകത്തൊരു പുതുക്കക്കാരനാണ്. ഞാൻ ഇതുവരെ അസംബ്ലിയിൽ മത്സരിച്ചിട്ടില്ല. അതെ, എത്രയോ കാലമായി ഇതിനകത്തുള്ള ഒരാളാണ്. അസംബ്ലിയിലേക്ക് അതുകൊണ്ട് ആ രീതിയിൽ ഇതിനെ കാണല്ല. ബാബു ആയാലും അടൂർ പ്രകാശ് ആയാലും ഒക്കെ ഒരുപാട് അല്ല, പറഞ്ഞുകൊണ്ടാണ് ഞാൻ വളരെ കാര്യമായിട്ട് കൺകാലിയേറ്റ് ചെയ്തത്. വേവലാതി അവർക്ക് ഉണ്ടാവില്ല. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. കോൺഗ്രസിലകത്ത് ഒരാൾക്കും ഒരു വേവലാതി ഇല്ല. അത് പ്രോസ് ആൻഡ് കോൺസ് വെച്ച് ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ ഡിസ്കസ് ചെയ്യട്ടെ. ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും സാങ്കേതികമായില്ല. ഓഫ് കോഴ്സ് പ്രയാസങ്ങൾ രണ്ട് സ്ഥാനാർത്ഥികളെ വെച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ആൾക്കിത് വരും എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രയാസം ഉണ്ടാകും. അതൊരു നാച്ചുറൽ ഫോൾ ഔട്ടാണ്. അതല്ലാതെ ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ രണ്ട് പ്രബല മുന്നണികൾ ഈ കാര്യത്തിൽ മത്സരിക്കുന്ന ഘട്ടം വരുമ്പോൾ LDF ഈ കാര്യത്തിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അവരതൊക്കെ ചർച്ച ചെയ്ത് അവരൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു. ഈ കാര്യത്തിൽ അവർ 1ാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. അവിടെയാണ് നിങ്ങളുടെ നേതാക്കൾ ഡൽഹിയിൽ പോയി ഹൈക്കമാൻഡ് പോലും വരച്ച വരയിൽ നിൽക്കാതെ ഹൈക്കമാൻഡ് പോലും സ്തബ്ധരായി നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അത് ഒരു തരത്തിൽ ഒരു കോൺഫിഡൻസ് കിട്ടേണ്ട മുന്നണിക്ക്, ഈ മുന്നണിയിൽ അകത്തുള്ള കക്ഷികൾക്ക് പോലും ഒരു ഒത്തുതീർപ്പില്ലാത്ത രീതിയിൽ, സീറ്റുകളുടെ കാര്യത്തിൽ പോലും ഒരു തീർപ്പാകാത്ത ഘട്ടത്തിൽ തെരുവിൽ അലക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതൊന്നും ഒരു ശരിയായ വിഷയമല്ല. ഇതൊന്നും വസ്തുതാപരമായി ശരിയല്ല. അതിന്റെ കാരണം എന്താണ്? നമ്മൾ ആലോചിച്ച് നോക്കണം. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടിയും പിടിച്ച് ജാഥ നടത്തി പ്രതിഷേധം നടത്തിയ ഒരു സാഹചര്യം ഒരു ലോക്കൽ സ്ഥാനാർത്ഥിക്ക്, അച്യുതാനന്ദനെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചപ്പോൾ നാട് മുഴുവൻ പ്രകടനം നടത്തി എന്നുള്ളത് സംഗതിക്കുന്നു. കാരണം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ, പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നമ്മൾ കാണുന്നില്ല. ഇവിടെ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഈ ജാഥ നടത്താൻ പോലും ആളും ഇവിടെ കേരളത്തിലില്ല. എല്ലാവരും വിമാനം പിടിച്ച് ഡൽഹിയിലാണ്. ആ കാര്യമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഞാൻ കോഴിക്കോട് കൈരളി സ്റ്റുഡിയോയിലുള്ളത്. കൈരളി പീപ്പിൾ സ്റ്റുഡിയോയിൽ ഞാനുണ്ട്. ശ്രീ BM സുരേഷ് ഞാൻ ഒഴിവാക്കുകയാണ്. അതെ, അങ്ങനെയൊന്നുമില്ല. കുറച്ചാളുകളാണ്. അതല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതിനകത്തൊരു വേവലാതിയില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, കോൺഗ്രസ് മറ്റെല്ലാ കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ ഭദ്രവും ശക്തവുമാണ്. അതാണ് അതിന്റെ ഒരു വസ്തുത. അത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത വിധം കോൺഗ്രസിന് കെട്ടുറപ്പുണ്ട്. അപ്പോഴാണ് കൂടുതൽ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത്. സമയമുള്ളത് കൊണ്ടാണ്. സമയമില്ലെങ്കിൽ എങ്ങനെയെങ്കിലും തട്ടിപ്പിടിച്ച് വരണം. താങ്കളാണ് ഇന്നലെ ഒരു ചർച്ചയിൽ നിരീക്ഷിക്കുന്നത് കണ്ടത്. ഇന്ന് വൈകുന്നേരം 5 മണിക്കകം ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ അത് UDFന്റെ സർവനാശത്തിലേക്കാണ്, കോൺഗ്രസിന്റെ സർവനാശത്തിലേക്കാണ് പോകുന്നത് എന്ന് തന്നെ വിലയിരുത്താം എന്ന്. ഇതാ ഇപ്പോഴും ഡൽഹിയിൽ ഉമ്മൻചാണ്ടിയും സുധീരനും തമ്മിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയിട്ടില്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ശ്രീ PM സുരേഷ് ബാബു പറയുന്നത് പോലെ ഒരുപാട് സമയമുണ്ട്, അതുകൊണ്ട് ഈ കളി കളിക്കാം എന്നുള്ള അർത്ഥത്തിലാണോ ഇനിയും വായിച്ചെടുക്കേണ്ടത്? ശ്രീ മോഹനവർമ്മ. ഒരു കാര്യമുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDFനോ കോൺഗ്രസിനോ ഉള്ളതിനേക്കാളും കൂടുതൽ പ്രശ്നം ശരിക്കും വരാൻ പോകുന്നത് കോൺഗ്രസ് UDF ജയിച്ചില്ലെങ്കിൽ അത് നേരെ എഫക്റ്റ് ചെയ്യുന്നത് കേന്ദ്ര നേതൃത്വത്തെയാണെന്ന് ഓർക്കുക. ഇന്ത്യയെ ഭരിച്ച കോൺഗ്രസ്സിന് വന്ന് ഇപ്പോൾ അവസാനം ഒരു ശക്തമായ ഒരു നേതൃത്വം ഇവിടെ ഉള്ളത് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ 4 തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമുക്കറിയാം. ബംഗാളിൽ ഒരു രക്ഷയില്ല, ആസാമിലെ കാര്യം കഷ്ടമാണ്, തമിഴ്നാട്ടിലേക്ക് നോക്കുകയോ വേണ്ട. അവസാനം ഇവിടെ മാത്രമേ ഉള്ളൊരു മേജർ സ്റ്റേറ്റിൽ ഇപ്പോഴും അധികാരമായിട്ട് നിൽക്കുന്നത്. അതും കഴിഞ്ഞ 5 കൊല്ലമായിട്ട് വളരെയധികം പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതാർക്കും ഡിനൈ ചെയ്യാനൊക്കില്ല. അങ്ങനെയുള്ളവരിടത്ത് ഏതെങ്കിലും കാരണവശാൽ തോൽക്കാൻ ഇടയാകുകയാണെങ്കിൽ അതിൻ്റെ ചുമതല, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ശരിക്കറിയാം. ഈ ഒരു സംഘർഷം
അതായത് KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സെലക്ഷൻ അതെല്ലാവരും പറയുന്നത് ജനങ്ങൾ വോട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്യുന്നു ഇവർക്കാരെങ്കിലും അറിയാൻ ഒക്കൂ. ജനങ്ങൾ വോട്ട് ചെയ്ത് വോട്ടിന് ശേഷം അറിയാൻ ഒക്കുള്ളൂ. പക്ഷേ ഇപ്പം ജനങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അപകടം അതുപോലെ സംഭവിക്കുകയാണെങ്കിൽ എല്ലാവരും മറ്റുള്ളവരുടെ മേൽ പഴി ചാരുമ്പോൾ വാസ്തവത്തിൽ ഉള്ളിൽ ഏറ്റവും വിഷമം വരുന്ന കേന്ദ്ര നേതൃത്വത്തിനായിരിക്കും. തീർച്ചയായിട്ടും അവർ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം വളരെ ഗൗരവമായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇത് കേന്ദ്ര നേതൃത്വത്തിനെയാണ് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല അവരുടെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഇനിയുള്ള ഒരു ദേശീയ പാർട്ടിയാണെന്ന് ഓർക്കുക. ദേശീയ പാർട്ടിക്ക് എങ്ങും പിടിയില്ലാതെ വരുന്ന ഒരു നിലയിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ആർക്കാണ് ചുമതല? ഒരു സംസ്ഥാനത്തെ നേതൃത്വത്തിന് മാത്രമല്ല, പക്ഷേ ആ സംസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിനെ ഇങ്ങനെ നിലനിർത്തിയ ആ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങൾ അതാണ് ഏറ്റവും പ്രധാനം. അവിടെയാണ് ലീഡർഷിപ്പ് കപ്പാസിറ്റി വരുന്നത്. ആ ലീഡർഷിപ്പ് കപ്പാസിറ്റിക്ക് വേണ്ടി 5 മണി എന്നുള്ളത് നാളെ 5 മണിയായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ശരിക്കും നോക്കി തന്നെ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതാണ് ഇന്ത്യക്ക് വേണ്ടത്. ആ പ്രതീക്ഷയ്ക്ക് എന്താ അർത്ഥമാണ് ഇനി ഉള്ളത്? ശ്രീ മോഹനവർമ്മ, ഈ 5 മണി വരെ കൊടുത്തിട്ടും 1 ഇഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ അയയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. രണ്ടുപേരും ഒരു ഒത്തുതീർപ്പുമില്ല, തങ്ങളുടെ നിലപാടിൽ അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് പറയുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ കേന്ദ്രമാണ് ഇതിൽ പെടുന്നത്. അത് മനസ്സിലാക്കിയ നേതാക്കൾ, അയയാത്ത ഈ നേതാക്കൾ കേന്ദ്രത്തിന്റെ മുന്നിൽ പോലും ഈ ബാർഗെയിൻ ചെയ്ത് കേന്ദ്രത്തിനെ പോലും വെട്ടിലാക്കുന്ന ഒരു അവസ്ഥയിലാണോ തങ്ങളുടെ നിലപാടുകൾക്ക് വേണ്ടി? അങ്ങനെയല്ല. തീർച്ചയായിട്ടും അവരുടെ വ്യക്തമായ ചില നിലപാടുകളിലാണ് അവർ നിൽക്കുന്നത്. അതിനൊരു സംശയമില്ല. തീർച്ചയായിട്ടും സുധീരനാണെങ്കിൽ അദ്ദേഹത്തിനൊരു വിശ്വാസമുണ്ട്, ഇതുപോലുള്ള ഈ അഴിമതി ആരോപണങ്ങൾ വന്ന ആൾക്കാരെ നിർത്തുകയാണെങ്കിൽ അത് വോട്ടിംഗ് കുറയും എന്ന് അദ്ദേഹത്തിൻ്റെ ഇതിലുണ്ട്. അതേസമയം അദ്ദേഹം ഇവരെ വേറെ ഒരു തരത്തിലും ചാർജ് ചെയ്യുന്നില്ല. അതായത് 4 തവണയിൽ കൂടുതൽ നിന്നവരെ അല്ലെങ്കിൽ കഴിവ് കാട്ടാത്തവരെ ഇങ്ങനെ പല പ്രായത്തിൻ്റെത് ഇതൊന്നും കണക്കെടുക്കുന്നില്ല. ആകെ പറയുന്ന അഴിമതി ആരോപണങ്ങൾ വരുന്നവർ നിർത്തുകയാണെങ്കിൽ വോട്ട് കുറയുമെന്ന്. ഇതൊരു കൺസെപ്ഷനാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതേസമയം ശ്രീ ഉമ്മൻചാണ്ടി പറയുന്നത് ഇവരെല്ലാവരും ഈ പറഞ്ഞ മന്ത്രിമാരും ഒക്കെ തന്നെ അവരെല്ലാം മന്ത്രിസഭയുടെ തീരുമാനങ്ങളാണ്, അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എൻ്റെയാണ് എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന അതേ ആരോപണങ്ങൾ എനിക്കും ബാധകമാണെന്ന് പറയുന്നത് ഇത് രണ്ടുപേരുടെ നിലപാട് അവരവരുടെ രീതിയിൽ. പക്ഷേ രണ്ടുപേരും പറയുന്ന ഇതുകൊണ്ട് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും അല്ലെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, അത് അവരുടെ കൺസെപ്ഷനേ ഉള്ളൂ. അത് അവർക്ക് ഇപ്പോൾ എന്താണെങ്കിലും പറയാനില്ല. അവിടെയാണ് തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന് വേണ്ട ഏതാണ് ശരി എവിടെയാണെന്ന്. അതിനായിട്ടുള്ള അവരുടെ കയ്യിലുള്ള ആപ്സ്, ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജി പറയുന്നത് അതിനുള്ള ആപ്സ് അവരുടെ കയ്യിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിൽ അവർക്ക് ഒരു തീരുമാനം വരാൻ പോകുന്നത്. ഇതാണെങ്കിൽ ഇതിൽ ഏതാണ് കോൺഗ്രസ് എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. കോൺഗ്രസിന്റെ ഒരു നയം നിലപാട് ഇതിൽ ഏതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് മനസ്സിലാകാത്തതും. ഡോക്ടർ സമ്പത്ത്, ഈ തർക്കം ഇങ്ങനെ VM സുധീരന്റെ നിലപാട്, ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിലപാട് എന്ന അർത്ഥത്തിൽ വലിയ രീതിയിൽ ഹൈക്കമാൻഡിന്റെ മുമ്പിൽ ചർച്ച നടക്കുമ്പോൾ ഇതിൽ ഏത് വശത്താണ് ശരി എന്നുള്ള അർത്ഥത്തിലേക്കാണ് നിരീക്ഷകരൊക്കെ പോകുന്നത്. അതിലൊരു ശരി അന്വേഷിക്കേണ്ട കാര്യം ഉണ്ടോ? നമ്മൾ ഈ ചീമുട്ട എടുത്ത് പുഴുങ്ങിയതിന് ശേഷം ഈ ചീമുട്ടയുടെ വടക്കേ കണ്ടമാണോ തെക്കേ കണ്ടമാണോ നല്ലത് എന്ന് നൂല് വെച്ച് മുറിച്ച് പരിശോധിക്കാനായിട്ട് പോയാലേ അതിൻ്റെ മഞ്ഞക്കരുവും വെള്ളക്കരുവും എല്ലാം ഒരുപോലെ തന്നെയാണ്. ആ ചീമുട്ട തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള സംഘടനാപരമായ ഏറ്റവും വലിയ ദൗർബല്യം എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്നവർ വിവക്ഷിക്കുന്ന ഹൈക്കമാൻഡ് എന്ന പദം, അതിൻ്റെ കേന്ദ്ര നേതൃത്വം, ആ കേന്ദ്ര നേതൃത്വം വല്ലാതെ ശുഷ്കിച്ചു പോവുകയും ശോഷിച്ചു പോവുകയും ബലഹീനമായി തീരുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഞാൻ CPIMൻ്റെ പ്രവർത്തകനായതുകൊണ്ടൊരു പാർലമെൻ്റ് അംഗമായി അങ്ങനെ ഞാൻ പറയുന്ന ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പറയുന്ന വാചകമായി മാത്രം കാണേണ്ടതില്ല. കൈരളി പീപ്പിളിൻ്റെ പ്രേക്ഷകരോ ആദരണീയനായ ശ്രീ സുരേഷ് ബാബു ഉൾപ്പെടെയുള്ളവർ ദയവായി അങ്ങനെ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് പറയാം. ഒരു സംസ്ഥാന ഗവൺമെൻറ്, ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഗവൺമെൻറ്, ആ സംസ്ഥാന ഗവൺമെൻറ് നിലംപതിക്കപ്പെടാതെയും ഭരണഘടനയുടെ 356 വകുപ്പ് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അട്ടിമറിക്കപ്പെടാതെയും തങ്ങളോടൊപ്പമുള്ള MLAമാർ അവരെ ചാക്കിട്ട് പിടിക്കാതെയും കുതിരക്കച്ചവടം നടത്താതെയും അതിനെ രാഷ്ട്രീയമായ നേർവഴിയിൽ കൊണ്ടുപോകാനുള്ള സംഘടനാപരമായ ചുമതല സംസ്ഥാന നേതൃത്വത്തിനും ആ സംസ്ഥാന നേതൃത്വത്തെ നിയന്ത്രിക്കാനും നേർവഴിക്ക് നയിക്കാനും ശാസിക്കാനും ശിക്ഷിക്കാനുമുള്ള ചുമതല, ആ അധികാരം കേന്ദ്ര നേതൃത്വത്തിനുമുള്ളതാണ്. അത് ഇന്ത്യയിലെ ഏതു ദേശീയ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. അവരുടെ എല്ലാം ഭരണഘടനയും പരിപാടിയും എല്ലാം വ്യത്യസ്തമായാലും ഇവിടെ BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നിങ്ങൾ നോക്കുക, അരുണാചൽ പ്രദേശിൽ എന്താണ് സംഭവിച്ചത്, ഉത്തരാഖണ്ഡിൽ എന്താണ് സംഭവിച്ചത്,
ഇനി മണിപ്പൂരിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 25 MLA-മാരാണ് ഒറ്റയടിക്ക് കൂറുമാറാനായി പോകുന്നത്. കൂറുമാറ്റ നിയമമൊന്നും അവരുടെ മേൽ ആരോപിച്ച് അവരെ അയോഗ്യരാക്കാൻ കഴിയില്ല. കാരണം അവിടെയുള്ള 47-ൽ 25 ആളുകൾ കൂറുമാറിപ്പോവുക എന്ന് പറഞ്ഞാൽ ഇത് മണിപ്പൂരിന് ശേഷം ഇനി സംഭവിക്കാൻ പോകുന്നത് ഹിമാചൽ പ്രദേശാണ്. ഇതെല്ലാം തന്നെ BJP-യുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വം വാസ്തവത്തിൽ ഇവിടെ വെറും ദൃക്സാക്ഷികളായി ഇക്കാര്യത്തിൽ മാറുകയാണ്. കേന്ദ്ര നേതൃത്വം അക്കാര്യത്തിൽ അവരെ വിളിച്ചു വരുത്തി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ ആ ചർച്ചകളിൽ കൂടി പരിഹാരം തേടാൻ കഴിയുകയോ ചെയ്തിട്ടില്ല. ഇതാണ് മുമ്പിലുള്ള മാതൃക. ഈ മാതൃകയാണ് അവർക്കുള്ളത് എങ്കിൽ കേരളം പോലുള്ളൊരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതിനെ സംബന്ധിച്ച് എന്നെക്കാൾ നന്നായി കോൺഗ്രസ്സുകാർക്കറിയാം. ഞാൻ ഡൽഹിയിൽ നിന്ന് ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നം, അവിടെ രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ഇക്കാര്യങ്ങളിൽ വളരെ ഫ്രാൻറ്റിക്കായിട്ട് അവരെല്ലാവരും തന്നെ ഇങ്ങനെ ടെലിഫോൺ ചെയ്യുമൊക്കെ ചെയ്തതിനെ തുടർന്നാണ് MP രാജേഷും PK ബിജുവും ഞാനും ഇന്നലെ ഹൈദരാബാദിലെ കേന്ദ്ര സർവകലാശാലയിലെത്തുന്നത്. ഞാനത് കഴിഞ്ഞിട്ട് ഇന്നാണ് ഞാൻ നാട്ടിലെത്തുന്നത്. ഞാൻ 3 ദിവസം തുടരെ ഡൽഹിയിൽ ഉണ്ടായിരുന്നതാണ്. ഇവിടെ ലാൽ സൂചിപ്പിച്ചൊരു കാര്യം വാസ്തവമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനങ്ങൾ, ആ വിമാനങ്ങളിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയോളമായി ആ വിമാനങ്ങളിൽ ഒരു ടിക്കറ്റ് കിട്ടാനില്ല. അത് ഇവിടെ നിന്ന് MP-മാർ പോയതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്യോഗസ്ഥർ പോയതുകൊണ്ടോ അല്ല. അതിൽ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ പോലും ഒരു ടിക്കറ്റ് കിട്ടാൻ ഇവിടെ നിന്ന് രാവിലെ പുറപ്പെടുന്ന 2 വിമാനങ്ങളിലും ടിക്കറ്റ് കിട്ടാൻ നിവർത്തിയില്ല. ഇതാണ് ഒരവസ്ഥ. 2 കേരള ഹൗസ്, നിങ്ങൾ അവിടുത്തെ വിഷ്വൽസ് ഒന്ന് പരിശോധിക്കൂ. കൈരളി TV-യുടെ തന്നെ അവിടെ റിപ്പോർട്ടർമാരുണ്ട്, മറ്റ് മാധ്യമപ്രവർത്തകരുണ്ട്. കേരള ഹൗസിൽ എന്തൊരു തിരക്കാണ്. കേരള ഹൗസിൽ ഒരു കട്ടിൽ തന്നെ 2-3 പേര് ഷെയർ ചെയ്ത് കിടക്കേണ്ടുന്നതായ അവസ്ഥയിൽ അവിടെ ചെന്നെത്താൻ പറ്റാത്ത നിലയിലേക്ക്, ഒന്ന് കയറാൻ പറ്റാത്ത നിലയിലേക്ക് അവിടെ ഇങ്ങനെ ഇവരെല്ലാവരും അടിഞ്ഞുകൂടി കിടക്കുകയാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് ശ്രീ VM സുധീരനും പ്രസിഡന്റ് എന്നുള്ള നിലയിൽ KPCC-യുടെ, ശ്രീ ഉമ്മൻചാണ്ടിക്കും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, ഒപ്പം ഈ കോൺഗ്രസിൻ്റെ തന്നെ മന്ത്രിസഭയിലെ നമ്പർ 2 എന്നുള്ള നിലയിൽ തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അവരെത്ര തന്നെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അങ്ങനെ നേതാക്കന്മാരും അവിടെ ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്യേണ്ടവരും ആ ക്ഷണിക്കപ്പെട്ടവരും ഡൽഹിയിലെത്തുന്നത് മനസ്സിലാകാം. ഇവിടെ DCC അംഗം പോലും അല്ലാത്തവരും ഇവരിൽ പല ആളുകളുടെ ഏജന്റന്മാരും ഇനി അതിൽ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഗ്രൂപ്പുകൾ എന്താണ് ചെയ്യുന്നത് എന്നറിയുന്നതിന് വേണ്ടി വാസ്തവത്തിൽ ചാരപ്പണിക്ക് വേണ്ടി പല ആളുകളെയും അവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ എല്ലാം പേര് വിവരങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല. പലരും എൻ്റെ തന്നെ നല്ല സുഹൃത്തുക്കളാണ് എന്നുള്ളത് കൊണ്ട് അവർ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി വന്നവരല്ല. സ്ഥാനാർത്ഥി കുപ്പായം ഇട്ടവരും സ്ഥാനാർത്ഥി മോഹികളുമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ചാരപ്പണി ചെയ്യുന്നതിന് വേണ്ടി ആരെ കാണുന്നു, ആരെന്ത് പറഞ്ഞു, എപ്പോൾ വന്നു, എവിടെ പോയിട്ടാണ് പോയത്, ഇതെല്ലാം നടത്തുന്നതിനുണ്ട്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എസ്പിയോണേജ്. ഡോക്ടർ സമ്പത്തിനെ പോലുള്ളവർ ഡൽഹിയിൽ അവരുടെ പ്രവർത്തന മേഖലയാണ്. അവിടെ പാർലമെന്റിൽ അവർക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഡൽഹിയിൽ ഒരുപാട് തവണ അവർക്ക് ഇത്തരം അനുഭവങ്ങൾ നേരിട്ട് വിവരിക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി പറയുന്നതാണെന്ന് നമുക്ക് പറയേണ്ടത് ഇല്ല. ഈ പറയുന്നൊരു അവസ്ഥ കേരളത്തിൽ നമുക്ക് കാണുന്നത് മനസ്സിലാക്കാം. കോൺഗ്രസ് നേതാക്കളുടെ ചുറ്റുവട്ടങ്ങളിൽ ഇതുപോലെ സീറ്റിന് വേണ്ടി ഓടുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡൽഹിയിൽ എന്തിനാണ് ഇത്തരത്തിലൊരു കാഴ്ച ഉണ്ടാക്കിയത്? കഴിഞ്ഞ ഒരാഴ്ചയായി ഹൈക്കമാൻഡുമായിട്ടുള്ള ചർച്ചയല്ലല്ലോ, തമ്മിൽ നേതാക്കൾ അവിടെ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നു. ഇടനിലക്കാർ ഈ നേതാക്കൾ തമ്മിൽ നേരെയാകാൻ വേണ്ടിയുള്ള ചർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു. അവരുടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നു. ഇതിനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഡൽഹി വരെ പോകുന്നതിന് വേണ്ടി, ഇങ്ങനെ സമയം കളയുന്നതിന് വേണ്ടി, അതിൽ ഒരു അല്പനിമിഷം വേണമെങ്കിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ അതല്ലെങ്കിൽ കേരളത്തിലെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ചിലവാക്കിയിരുന്നുവെങ്കിൽ ഈ പഴി നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുമായിരുന്നില്ല. ശ്രീ PM സുരേഷ് ബാബു ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ വീണ്ടും ഒന്നുകൂടി ഉറപ്പിക്കുക തന്നെയാണ്. അതല്ല ഇവിടെ എടുത്തു പറയുന്നത്. ഇതിനിടയിൽ എന്താണ് ചർച്ച? കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമല്ല, ഘടകകക്ഷികളുടെ കാര്യത്തിൽ പോലും ഫോണിലൂടെ പോലും ചർച്ച ചെയ്ത് തീരുമാനമാക്കാനാകുന്നില്ല. ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ലിസ്റ്റുകളിൽ പോലും ഉള്ള കാര്യങ്ങളിൽ പെരുമ്പാവൂര്, കായംകുളം, കുന്നമംഗലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന UDF-ലെ പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ എന്തുമാത്രം പണച്ചെലവ്, സമയത്തിൻ്റെ നഷ്ടം, ഇതൊക്കെയാണ് ഇപ്പോൾ UDF-ന്റെ കോൺഗ്രസിൻ്റെ ഡൽഹി ചർച്ചകളിലൂടെ ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും തീരുമാനമായിട്ടില്ല. സമ്പത്ത് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, സമ്പത്ത് ഒരിക്കലും എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിയെ അപകീർത്തിപ്പെടുത്തി സംസാരിക്കുന്ന സ്വഭാവമോ ശീലമോ ഇല്ലാത്ത ഒരു ബഹുമാന്യനായ നേതാവാണ്.
ഞാൻ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിനൊന്നും ഖണ്ഡിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല, അതെനിക്ക് ആഗ്രഹവുമില്ല. കോൺഗ്രസിന്റെ കുറേ അധികം ആളുകൾ ഡൽഹിയിലുണ്ട്. അതൊരു ലിബറൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ അടച്ചു കെട്ടിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം അല്ലല്ലോ. അത് നമുക്കറിയാവുന്നതല്ലേ. ശ്രീ പിണറായി വിജയന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ഈ പാർട്ടിയെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് ഇതൊരു അത്ഭുതമായി തോന്നേണ്ടുന്ന എന്ത് കാര്യമാണ്? ചർച്ച ഡൽഹിയിൽ നടക്കുമ്പോൾ ആ ചർച്ചയിൽപ്പെടുന്ന നേതാക്കന്മാരെ തങ്ങളുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ആളുകൾ ഡൽഹിയിൽ പോകും. ചർച്ച കേരളത്തിലാണെങ്കിൽ ഇവരെല്ലാം കേരളത്തിലുണ്ടാകും. അതിനകത്ത് ഒരു പ്രത്യേകതയൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്പൃശ്യതയൊന്നും ഞാനിവിടെയും കാണുന്നില്ല. ഡൽഹിയിൽ നടക്കുന്നതാണ് ലിബറൽ ഡെമോക്രസി എന്ന് അങ്ങ് പറഞ്ഞ് പഠിപ്പിക്കരുത്. അങ്ങ് ഈ കാര്യത്തിൽ അറിവുള്ള ഒരാളാണ്, അങ്ങ് ആദർശവാനാണ് എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് യാതൊരു തർക്കവും ഇല്ലാത്ത ആളാണ്. ഇവിടെ VM സുധീരൻ എടുത്തിരിക്കുന്ന ഒരു നിലപാട്, ശ്രീ ഉമ്മൻചാണ്ടി എടുത്തിരിക്കുന്ന നിലപാട്, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ, കെ ബാബുവിന്റെ കാര്യത്തിൽ, ഇതിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിൽ വരുന്ന ഈ ചർച്ചകളാണോ ലിബറൽ ഡെമോക്രസിയുടെ ഭാഗമായി അങ്ങ് കാണുന്നത്? അതിലെന്ത് ലിബറൽ ഡെമോക്രസിയാണ്? അഴിമതി പാടില്ല എന്ന് VM സുധീരൻ പറയുന്നുണ്ട്, പുറത്തേക്ക് പറയുന്ന കാര്യത്തിലാണെങ്കിലും. അങ്ങനെയുള്ള ആരോപണ വിധേയരെ നിർത്താൻ പറ്റില്ല എന്ന് പറയുന്നു. അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ മണ്ഡലത്തിൽ നടക്കുന്ന തർക്കം നമ്മൾ കാണുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നതിന്റെ സൂചനകളാണ് ആ ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളിലൂടെ, അടിയിലൂടെ നമ്മൾ കാണുന്നത്. ഇതാണോ ലിബറൽ ഡെമോക്രസി? ശ്രീ ബിലാൽ, ഞാനൊരു കാര്യം പറയാം. ഇത്തരം ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ പ്രകടമായി പ്രവർത്തിക്കുന്നതാണ് ലിബറൽ ഡെമോക്രസി എന്നുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. CPM-നകത്ത് ആർക്കെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ് പിന്നെ ഇത്തരം ഒരു പ്രശ്നവുമായി ഡൽഹിക്ക് പോകാനോ മറ്റെവിടെയെങ്കിലും പോകാനോ ഒന്നും CPM പാർട്ടിയുടെ ചട്ടക്കൂട് അനുവദിക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ചട്ടക്കൂട് ഇതിനൊക്കെ അനുവാദം കൊടുക്കുന്നുണ്ട്, സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, ഇതിനൊക്കെയുള്ള അവകാശവും അധികാരവും ഒക്കെ ഓരോരുത്തർക്കുണ്ട്. പക്ഷെ അന്തിമമായൊരു തീരുമാനം വരുന്നത് വരെ ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. വേണ്ടെന്ന് വെക്കുന്ന കുറച്ച് പേരുണ്ട്, അവർ കേരളത്തിലും അവിടെ ഇവിടെയൊക്കെ നിൽക്കുമായിരിക്കാം. പക്ഷെ വേണമെന്ന് തോന്നുന്ന ആളുകൾ പോയി പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ, ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തിയാൽ, സംസ്ഥാന നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയാൽ, ഡൽഹിയിൽ തന്നെയുള്ള കേരള നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയാൽ ഒരു ഫോർമുല എന്താണ്? അതിന്റെ ഒരു ഇക്വേഷൻ എന്താണ്? VM സുധീരൻ എത്ര തവണ ഹൈക്കമാൻഡിനെ കാണണം? അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എത്ര തവണ ഹൈക്കമാൻഡിനെ കാണണം? ഇവർ ഒരു കമ്മിറ്റിക്ക് മുമ്പിൽ എത്ര തവണ ഇരിക്കണം? ഈ പറയുന്ന ലിബറൽ ഡെമോക്രസി ആയിക്കോട്ടെ, ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചെയ്താലാണ് ആത്യന്തികമായി ആളുകൾക്ക് മനസ്സിലാകുക, ഒരു തീരുമാനത്തിലെത്താൻ പറ്റുക? ഇന്ന് April 1 ഏപ്രിൽ ഫൂൾ ദിനമാണ്. ശ്രീ KL മോഹനവർമ്മ ഇന്ന് രാവിലെ എന്നോട് സംസാരിച്ചപ്പോൾ ഫോണിലൂടെ പറഞ്ഞ കാര്യമാണ്. ഇന്ന് ഈ വെടി ദിനത്തിൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നതാണ്. ഇത്തരം കാര്യങ്ങളാണോ ഡൽഹിയിൽ നിന്ന് ലിബറൽ ഡെമോക്രസിയുടെ ഭാഗമായി കേരളത്തിലെ UDF-ന്റെ അണികൾക്ക് കിട്ടുന്ന സന്ദേശം? പീപ്പിൾ TVക്ക് ഇത് ഒരു ദിവസവും കൂടി ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. അതാണ് ഞങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഒരു ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ ഈ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കും. ആ അന്തിമമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് ഗോദയിലേക്ക് ഇറങ്ങും. ഞങ്ങളുടെ ഒരു പ്രവർത്തനത്തിലും ഒരു ക്ഷീണവുമില്ല. കോൺഗ്രസ് പാർട്ടി കാലാകാലമായി നടത്തി വരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയും പ്രീ ഇലക്ഷൻ പ്രിപ്പറേഷൻസ് നടത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് യാതൊരു വേവലാതിയും കാണുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത പൊട്ടിത്തെറികളാണ് നമ്മളിവിടെ കണ്ടത്. കണ്ടെയ്ൻ ചെയ്യാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്, അതില്ലെന്നൊന്നും പറയുന്നില്ല. അത് അവസാനം കണ്ടെയ്ൻ ചെയ്യാൻ കഴിഞ്ഞു. ആ കണ്ടെയ്ൻ ചെയ്തതിന്റെ ഗുണവും ദോഷവും ഒക്കെ CPM-ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകും. ഞങ്ങളിത് 2 ദിവസം കൂടി കഴിഞ്ഞ് നോക്കണം. നമുക്കൊരു 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ട് പീപ്പിൾ TVക്ക് ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാനേ വിഷയം ഉണ്ടാവില്ല. തീർച്ചയായും വരും. ശ്രീ ജേക്കബ് ജോർജ്, ഈ പറഞ്ഞ ശ്രീ PM സുരേഷ് ബാബു ഇത് പറഞ്ഞത് ഡൽഹിയിൽ ഇരിക്കുന്നവരോടാണ്, അല്ലാതെ നമ്മളോടല്ല എന്നുള്ളത് നമുക്കറിയാം. പീപ്പിൾ TVക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തില്ലേ എന്നാണ് PM സുരേഷ് ബാബു ചോദിച്ചതിന്റെ തനി മലയാള ഭാഷ. അല്ലല്ലോ, പീപ്പിൾ TV അല്ല, എല്ലാ ചാനലുകളും ഇത് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാനലുകൾക്ക് കുറേ ദിവസമായിട്ട് വേറെ വിഷയങ്ങളില്ല. ചാനലുകളല്ല, പത്രങ്ങൾ നോക്കിയാൽ ഇത് തന്നെയാണ് വിഷയം. അത് പത്രങ്ങൾ നോക്കിയാൽ കുറച്ചും കൂടെ കാര്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം. പക്ഷേ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട KL മോഹനവർമ്മ ഹൈക്കമാൻഡിനെ കുറിച്ച് പറഞ്ഞു. സമ്പത്താണെങ്കിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വം ഇപ്പം അരുണാചൽ പ്രദേശ്, മണിപ്പൂരിൽ അപകടം വന്നുകൊണ്ടിരിക്കുന്നു, ഉത്തരാഖണ്ഡിൽ അപകടം നടന്നു കഴിഞ്ഞു.
എന്താണ് കേരളത്തിലെ സംസ്ഥാന നേതൃത്വത്തോട് ഹൈക്കമാൻഡ് കാണിക്കുന്നത്? ഞാൻ പറയട്ടെ, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കേരളത്തിലെ 2 വിഭാഗങ്ങൾ കൂടിയാൽ ഐ ഗ്രൂപ്പും ആനന്ദപക്ഷം കൂടി ചേർന്നാൽ ഏറെക്കുറെ 100% കോൺഗ്രസ്സുകാരാവും. പിന്നീടുള്ള സുധീരൻ അതിൻ്റെ അകത്തൊരു ചെറിയ ഒരു അടിത്തറ സുധീരൻ ഇങ്ങനെയില്ല. ഇവർ 2 പേരും കൂടെ ഹൈക്കമാൻഡിന് എഴുതി കൊടുത്താണ് VM സുധീരനെ KPCC അധ്യക്ഷനാക്കരുതേ, ഇവിടെ G കാർത്തികേയനെ ആക്കണം. എന്തായിരുന്നു ഹൈക്കമാൻഡിൻ്റെ ഉപദേശം? ഇവിടെ ഉമ്മൻചാണ്ടി വളർന്നു വരുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഹൈക്കമാൻഡിൻ്റെ ആളാണല്ലോ ആൻ്റണി പറയാതെ സുധീരനെ ഇവിടെ KPCC അധ്യക്ഷനാക്കുമോ? ആൻ്റണിക്ക് സഹിച്ചില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. സമ്പത്ത് പറഞ്ഞാണ് ശരി. സംസ്ഥാനങ്ങളിൽ മുമ്പൊക്കെ കോൺഗ്രസ്സിന് വലിയ മഹാന്മാരായി ഉന്നതന്മാരായ നേതാക്കന്മാരുണ്ടായിരുന്നു. ഇന്ന് എവിടെ, ഏത് സംസ്ഥാനത്താണ് നേതാക്കന്മാരുള്ളത്? എല്ലാ നേതാക്കന്മാരെയും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തകർത്ത് കളഞ്ഞു. അങ്ങനെ തകർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് VM സുധീരനെ KPCC അധ്യക്ഷനായിട്ട് ഉമ്മൻചാണ്ടിയുടെ തലയിൽ കൊണ്ടുവച്ചത്. ഇന്ന് KPCC പ്രസിഡൻ്റായിട്ടിരുന്നു കൊണ്ട് സുധീരൻ ചെയ്യുന്ന ഇതൊക്കെ തന്നെയാണ്. ഉമ്മൻചാണ്ടിയെ തകർക്കുക എന്ന കൃത്യം ഹൈക്കമാൻഡ് ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇപ്പോൾ നടക്കുന്ന ഈ സംഭവ വികാസങ്ങൾക്ക് VM സുധീരന്റെ ഭാഗത്തേക്ക് ഹൈക്കമാൻഡിന് ഒരു പക്ഷപാതിത്വം ഉണ്ട്. അല്ലെങ്കിൽ AK ആന്റണിക്ക് സുധീരൻ നിങ്ങൾ ഇതല്ലേ ചെയ്യേണ്ടത്? ഒരു ഗവൺമെൻറ് ഒരു UDF തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഉമ്മൻചാണ്ടി പറയുന്നത് ഭരണ തുടർച്ച എന്നാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തരുത് എന്ന് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു? ശ്രീ R ചന്ദ്രശേഖരൻ കൂടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഐ ഗ്രൂപ്പിന്റെ നേതാവ് കൂടിയാണ് ശ്രീ ചന്ദ്രശേഖരൻ എന്നുള്ളത് നമുക്കറിയാം. ശ്രീ ചന്ദ്രശേഖരൻ, അതായത് ഇപ്പോൾ VM സുധീരൻ ഈ രീതിയിൽ ഒരു ചർച്ച ജനങ്ങളുടെ മുമ്പാകെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അത് അദ്ദേഹം സ്വന്തമായി എടുത്ത ഒരു ആദർശത്തിൻ്റെ നിലപാടല്ല, അത് ഹൈക്കമാൻഡ് ഏൽപ്പിച്ചു കൊടുത്തൊരു ജോലിയാണ്. അതിലൂടെ ഉമ്മൻചാണ്ടി എന്ന കോൺഗ്രസിലൂടെ ശക്തനായി വരാൻ സാധ്യതയുള്ള, ഹൈക്കമാൻഡിന് മുകളിൽ എത്താൻ സാധ്യതയുള്ള, ഇപ്പോൾ അത് തെളിയിച്ചിരിക്കുകയാണ്. ഹൈക്കമാൻഡിനെ പോലും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടി എടുക്കുന്ന ഒരു നിലപാട്, ആ നിലപാടിൻ്റെ ഭാഗമായി ഉമ്മൻചാണ്ടി മുകളിലേക്ക് പോകുന്നതിനെ തടയുക എന്നുള്ള VM സുധീരൻ്റെ ഇപ്പോഴത്തെ നിലപാട് ഹൈക്കമാൻഡിൻ്റെ ആദർശങ്ങളോടുകൂടി ആശീർവാദത്തോടു കൂടിയാണ് എന്ന നിരീക്ഷണത്തോട് എന്ത് പറയും? ശ്രീ ജേക്കബ് ജോർജാണ് ഈ നിരീക്ഷണം നടത്തിയത്. അല്ല, ഞാൻ അങ്ങനെ ഒരു നിരീക്ഷണത്തിനൊന്നും ഇപ്പോൾ മുതിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സംവിധാനത്തിനകത്ത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തർക്കങ്ങളും മറിച്ചും തിരിച്ചുമുള്ള ആലോചനകളും ഉണ്ടാകും. അതിനകത്ത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരനും അടങ്ങുന്ന നേതാക്കന്മാർ, അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്. അതിന്റെ പേരിൽ നമ്മളൊരു വലിയ അംഗപ്പുറപ്പാടും വലിയൊരു ആശങ്കയും ഈ പാർട്ടിയുടെ ഹൈജാക്ക് ചെയ്യാൻ പോകുന്നു, അങ്ങനെ പോകുന്നു, അതിന്റെ നിഗമനങ്ങളിലൊന്നും എത്തേണ്ട കാര്യമില്ല. ഇത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. അത് സ്വതന്ത്രമായി ചർച്ച ചെയ്യുന്ന കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അവസാന വാക്ക് രൂപീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചർച്ചയും കൂടിയാലോചനകളും അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായങ്ങളും ഒക്കെയാണ്. പക്ഷേ ശ്രീ ചന്ദ്രശേഖരൻ, മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം ഈ ഹൈക്കമാൻഡിന് പോലും ഒന്ന് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എന്തുകൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടിയും VM സുധീരനും ഇങ്ങനെ തങ്ങളുടെ നിലപാടിൽ തന്നെ 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകാതെ നിൽക്കുന്നത്? ഇത് ഒരു തെറ്റായ മെസ്സേജ് ഇപ്പോൾ കേരളത്തിൽ കൊടുക്കുകയല്ലേ? നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കെട്ടുറപ്പ് UDFൽ നിന്ന് അകന്നു പോകുന്ന ഒരു സിറ്റുവേഷനല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? ഡോക്ടർ ലാല്, നിങ്ങൾ ഈ കാലവും ചരിത്രവും മറന്നു പോകരുത്. കോൺഗ്രസിന്റെ പാർലമെന്ററി ബോർഡ് തീരുമാനിച്ച സ്ഥാനാർത്ഥികൾ പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ട് സ്ഥാനാർത്ഥികളെ മാറ്റുകയും AD മുസ്തഫ, മാലേത്ത് സല്ലാദേവി, MA ചന്ദ്രശേഖരൻ തുടങ്ങിയ ആളുകൾ രംഗത്ത് വരികയും പണ്ട് സ്ഥാനാർത്ഥികളായി വന്ന് പ്രചരണം തുടങ്ങിയവർ മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെന്നുകൊണ്ട് ഇപ്പോൾ വിഷ്വൽ മീഡിയയുടെ അതിപ്രസരം സ്വാഭാവികമായിട്ടും ഉണ്ടാക്കുന്ന സ്പെക്കുലേഷൻസ് ആണ് ഇതൊക്കെ. അതൊരു പാർട്ടിക്കകത്ത് ഉണ്ടാവുന്ന ചർച്ചകൾക്കപ്പുറത്ത് വലിയ പ്രാധാന്യവും മാനവും കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് എന്റെ ശക്തമായ. ശരി, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ തർക്കം, അവിടെ തർക്കമൊന്നും ഇല്ലാതെ ഈ കാര്യത്തിൽ ഒരു നിലപാട്, അല്ലെങ്കിൽ തർക്കം ഉണ്ടായിക്കോട്ടെ, ചർച്ച ഉണ്ടായിക്കോട്ടെ, ഇതിങ്ങനെ വലിച്ചു നീണ്ട് ഇപ്പോൾ ശ്രീ KPCC പ്രസിഡന്റിന് പോലും വ്യക്തമായി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയാൻ സാധിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു മടുത്തു. ഇന്ന് വൈകുന്നേരം ഉണ്ടാകും, നാളെ രാവിലെ തീരുമാനമുണ്ടാകും, ഇന്നെങ്കിലും ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. അതുമില്ലാത്ത രീതിയിലേക്ക് ഇങ്ങനെ ഇത് തുടർന്ന് പോകുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ ലാല് നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ്. നമ്മൾ വളരെ ശക്തമായി വളരെ പ്രകടമായി ചർച്ചകൾ ചെയ്യുന്ന ആളുകളുമാണ്. ഞാനൊരു കാര്യം ചോദിച്ചു, എല്ലാ പാർട്ടിയിലും BJP അടക്കം, പുതിയതായിട്ടുണ്ടായ BDJS അടക്കം
ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അടക്കം എല്ലാത്തിലും ഈ തർക്കങ്ങളും വാദകോലാഹലങ്ങളും എല്ലാം ഉണ്ടല്ലോ. അതിൽ കോൺഗ്രസിന് മാത്രം എന്താ ഇത്ര പ്രത്യേകതയുള്ളത്? UDF-ൽ മാത്രം എന്താ ഇത്ര പ്രത്യേകതയുള്ളത്? കോൺഗ്രസിനകത്ത് പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, നാളെയും ഉണ്ടാകും. ശരി, അതൊരു സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്നിൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന തർക്കമല്ല ഇവിടെ. അതല്ല ഇവിടെ ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. അതാണ് BDJS-ലോ BJP-ലോ CPM-ലോ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടാകുക. ഇവിടെ ഇപ്പൊ എന്താണ്? ചില ആളുകളെ മാറ്റണം, അതിന് കാരണമുണ്ട്, അവർ ആരോപണം നേരിടുന്നതാണ് എന്നുള്ള രീതിയിൽ വരുന്ന ചില തർക്കങ്ങൾ. അതിന്റെ പേരിൽ ഇന്ന് അടൂർ പ്രകാശിനെ പോലുള്ളവർ മാധ്യമങ്ങളെ കണ്ട് തന്റെ നിലപാടും തന്റെ അവസ്ഥയും വിശദീകരിച്ചു കഴിഞ്ഞു. ഇത് മുൻകാലങ്ങളിൽ ഏത് ഘട്ടത്തോടാണ് താങ്കൾ താരതമ്യം ചെയ്യുക? അല്ല, പലപ്പോഴും നമ്മുടെ ഈ പ്രസ്ഥാനങ്ങൾക്കകത്തൊക്കെ ഇത്തരത്തിലുള്ള ഉൾപാർട്ടി ചർച്ചകളും തർക്കങ്ങളും അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ചെറിയ തോതിലെങ്കിലും പരസ്യമായിട്ടൊക്കെ തർക്കങ്ങൾ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. അത് കരുത്ത് നൽകത്തേ ഉള്ളൂ. അവിടെ നിന്നും നമുക്കൊരു അഭിപ്രായ വ്യത്യാസം പറയേണ്ട കാര്യമില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ളതിൽ തീരുമാനമെടുത്ത് കഴിയുമ്പോൾ ആ ആശങ്കകളെല്ലാം മാറും. ആ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിന് ഇപ്പോഴും ആകുന്നില്ല. അവർ എത്ര ശ്രമിച്ചിട്ടും അത് നീണ്ടു പോകുന്നു. എത്ര തവണയാണ് നമ്മൾ, എത്ര ദിവസമാണ്? അങ്ങ് തന്നെ ഓർത്തു നോക്കുക, നമ്മുടെ ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസായി രാഹുൽ ഗാന്ധി ഇടപെടുന്നു എന്ന ആദ്യ വാർത്ത വന്നിട്ട് ഒരാഴ്ചയായി. എല്ലാ ദിവസവും കേൾക്കുന്നു രാഹുൽ ഗാന്ധി ഇടപെടുന്നു, സോണിയാഗാന്ധി ഇടപെടുന്നു. ഇനി എപ്പോഴാണ്, എന്ത് ഇടപെടലാണ് ഇതിൽ കൂടുതൽ ഉണ്ടാകാനുള്ളത്? അവിടെ ഞാൻ ഏറെ സന്തുഷ്ടനാണ്. കാരണം വളരെ ശക്തമായ നിലയിൽ കാര്യങ്ങൾ പറയാനും അവതരിപ്പിക്കാനും തർക്കിക്കാനും ആ ഒരു വിജയസാധ്യത കൂടുതൽ വിശകലനം ചെയ്യാനുമുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും സന്തോഷകരമായ ജനാധിപത്യ പ്രക്രിയയാണ് നടത്തുന്നതെന്ന് എനിക്ക് ശക്തമായ അഭിപ്രായമുണ്ട്. ശ്രീ KL മോഹനവർമ്മ, ഈ നടക്കുന്നതൊക്കെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് കാണണം. നേരത്തെ ലിബറൽ ഡെമോക്രസി എന്ന് ശ്രീ PM സുരേഷ് ബാബു വിശദീകരിച്ചത് മറ്റൊരു ഭാഷയിൽ ശ്രീ ചന്ദ്രശേഖരൻ ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമായി തന്നെ കണ്ട് മനസ്സിലാക്കി ജനങ്ങൾ ഈ വിഴുപ്പലക്കലുകളെ വിലയിരുത്തുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ?